നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ISL സീസണിന് മുന്നോടിയായിട്ട് മറ്റൊരു സൈനിങ് കൂടി നടത്തിയിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു. മറ്റാരുമല്ല, സലാഹുദ്ദീൻ അദ്നാനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നാണ് താരത്തെ സ്വന്തമാക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റിൽ പറയുന്നത് എങ്ങനെയാണ്: The Blasters are delighted to welcome Salahuddin Adnan back to the herd as the talented winger makes the switch from Mohan Bagan Super Giant. So, Adnan, the homecoming എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ഇടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ വളർന്ന താരമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുത്തൂറ്റ് FAയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. TG പുരുഷോത്തമൻ്റെ ഒക്കെ കീഴിലായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ താരം ഇതാ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണ്. നേരത്തെ KBFCയുടെ നിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ട്രാൻസ്ഫറായിട്ട്, അതായത് ഫ്രീ ട്രാൻസ്ഫറായിട്ട് പോയിരുന്നതാണ്. അവിടെ നിന്ന് ഇതാ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്തിയിരിക്കുകയാണ്. KBFCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 5 വിദേശ താരങ്ങൾ സ്ക്വാഡിലുണ്ട്. അതുപോലെ തന്നെ ബാക്കി മോശമല്ലാത്ത ഒരു ഇന്ത്യൻ നിരയുമുണ്ട്. ഇത്തവണത്തെ ISLൽ ബ്ലാസ്റ്റേഴ്സിന് മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ISL ഫെബ്രുവരി 14 ആരംഭിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗെയിംസ് എവിടെയായിരിക്കും എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. ആ ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ള ഫിക്സറിലൊക്കെ TBC, അതായത് ടു ബി കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEOയുടേതായിട്ട് പുറത്തേക്ക് വന്ന വാക്കുകൾ നമ്മൾ കണ്ടത് എവിടെയാണ് എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു ഫൈനലൈസേഷൻ ഉണ്ടാവും. ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ തന്നെ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.